സിനിമയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ സൈബർ ആക്രമണം. ചിത്രം ബഹിഷ്കരിക്കണമെന്ന് RSSന്റെയും BJPയുടെയും നേതാക്കൾ. എമ്പുരാൻ സിനിമയ്ക്കെതിരെ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും ശക്തമായ പ്രതിഷേധം. ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബഹിഷ്കരണാഹ്വാനം. ചിത്രത്തിലും വർഗീയത കാണാനുള്ള ശ്രമമാണ്. പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ മേനോൻ അർബൻ നക്സലാണെന്നാണ് ഗോപാലകൃഷ്ണന്റെ പരാമർശം. മല്ലികാ സുകുമാരൻ ആദ്യം മരുമകളെ നിലയ്ക്ക് നിർത്തണമെന്നും B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കൂടുതൽ വ്യക്തിപരമായ ആക്രമണങ്ങളിലേക്ക് BJP കടക്കുകയാണ്. സിനിമ കാണുമെന്ന് ആദ്യം പ്രഖ്യാപിച്ച BJP സംസ്ഥാന അധ്യക്ഷൻ നിലപാട് മാറ്റി. എമ്പുരാൻ എമ്പാമ്പുരാൻ ആയെന്ന് K സുരേന്ദ്രൻ പരിഹസിച്ചു. സിനിമ ഭീകരവാദത്തെ വെള്ളപൂശുന്നുവെന്ന വിമർശനം ഉയർത്തുകയാണ് RSS മുഖപത്രം. ഇന്നും പൃഥ്വിരാജിന്റെ സിനിമകളിൽ സ്ഥിരമായി ദേശവിരുദ്ധാശയങ്ങൾ ആവർത്തിക്കുകയാണെന്നും ഓർഗനൈസറിലെ ലേഖനത്തിൽ വിമർശിക്കുന്നു. 2000-ഓളം ആളുകളെ കൊന്നുതള്ളിയ ഗുജറാത്ത് കലാപത്തിന്റെ ചരിത്രം, ബിൽക്കിസ് ബാനു എന്ന സ്ത്രീയെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലിട്ട് മാറി മാറി പീഡിപ്പിച്ച ചരിത്രം, ഹിമാ കൌസർ എന്ന ഗർഭിണിയെ പീഡിപ്പിച്ച ഗർഭസ്ഥ ശിശുവിന്റെ ഭ്രൂണം ശൂലത്തിൽ കുത്തിയെടുത്ത് അവളുടെ ശരീരത്തോടൊപ്പം തീവച്ച ചരിത്രം, ഔറംഗസീബിന്റെ ചരിത്രത്തെ സിനിമയായി വളച്ചൊടിച്ച് പാർലമെന്റിൽ പ്രദർശിപ്പിക്കുന്ന കാലത്ത് ഗുജറാത്തിൽ സംഘപരിവാർ നടത്തിയത് കലാപമല്ല മുസ്ലിം വംശഹത്യയായിരുന്നുവെന്ന് ആവർത്തിച്ചു പറയാൻ ചങ്കുറപ്പുള്ള ഒരു തലമുറ ഇവിടെ ശേഷിക്കുന്നുണ്ടെന്ന് വംശഹത്യയുടെ ആനുകൂല്യത്തിൽ പ്രധാനമന്ത്രി വരെ ആയവർ ഓർക്കുന്നത് നല്ലതാകും. സംഘപരിവാറിന്റെ പ്രതിഷേധങ്ങളെ കടന്നാക്രമിച്ച എമ്പുരാൻ സിനിമയ്ക്ക് പിന്തുണയുമായി മുഖ്യമന്ത്രി. മലയാള സിനിമാ വ്യവസായത്തെ പുതിയ നേട്ടങ്ങളിലേക്ക് നയിക്കുന്ന എമ്പുരാനെതിരെ സംഘപരിവാർ ഭീതിയുടെ അന്തരീക്ഷം ഉണ്ടാക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. ആർക്കും ഒരു അഭിപ്രായം പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുള്ളത് കലയെ കലയായിട്ട് കാണണം. ഫാസിസ്റ്റ് നിലപാടിന്റെ ഭാഗമായിട്ട് ഭരണകൂട ഭീകരതയുടെ താളത്തിന് സമൂഹത്തിലെ വിമർശനാത്മകമായ നിലപാടുകളെ മാറ്റി തീർക്കാനുള്ള ബോധപൂർവമായ ഇടപെടൽ കൂടി ഇതിന്റെ ഭാഗമായിട്ട് നടന്നു എന്നാണ് അത് തെളിയിക്കുന്നത്. പൃഥ്വിരാജിന്റെ ജാതകം RSS മുഖപത്രത്തിന് അറിയില്ലെന്നും മല്ലികാ സുകുമാരൻ. 2000-ഓളം മുസ്ലിങ്ങൾ ഗുജറാത്തിൽ കൊല്ലപ്പെട്ടത് കോവിഡ് വൈറസ് വന്നിട്ടൊന്നുമല്ലല്ലോ, അവരെ കൊലപ്പെടുത്തിയതല്ലേ. കാശ്മീർ ഫയൽസ്, കേരള സ്റ്റോറി, കോൺഗ്രസിനെ പരിഹസിക്കാൻ വേണ്ടി കൊണ്ടുവന്ന സിനിമകളുണ്ടല്ലോ, എമർജൻസി, അതുപോലെ ആക്സിഡന്റ് പ്രൈം മിനിസ്റ്റർ, ഷാവൻ എന്ന് പറഞ്ഞ പടം, അതും യഥാർത്ഥത്തിൽ വസ്തുതയുമായി ബന്ധപ്പെട്ടതല്ലോ. സിനിമയെ വിമർശിക്കാം, പക്ഷെ നിർബന്ധിച്ച് അവരെ രാജ്യദ്രോഹികളാണെന്നും അവരെ ഭയപ്പെടുത്തി ആ സിനിമയെ റീസെൻസർ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കടക്കലാണ് യഥാർത്ഥത്തിൽ കത്തിവെച്ചിരിക്കുന്നത്. കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയും ആഘോഷമാക്കി ഇവർക്കെതിരെ ആക്രോശിക്കുന്നുവെങ്കിൽ അതിന്റെ കാരണം മറ്റത് രണ്ടും ഒരു പ്രൊപ്പഗാൻഡ സിനിമയല്ല, ഇത് രണ്ട് വർഗീയതകളെയും ഒരുപോലെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു എന്നതാണ്. അധികാരത്തിന്റെ അഹംഭാവത്തിൽ ചരിത്രത്തെ വളച്ചൊടിക്കുന്നവരോടാണ്. ഗാന്ധി സ്വയം നിറയൊഴിച്ചതല്ല, ബാബരി മസ്ജിദ് ഭൂകമ്പത്തിൽ തകർന്നു വീണതല്ല, ഗുജറാത്തിൽ മനുഷ്യർ സ്വയം നെഞ്ചിൽ വാൾ കുത്തിയിറക്കിയതുമല്ല. എമ്പുരാൻ സിനിമയുടെ കുടുംബത്തിന് വന്നിരിക്കുന്ന ദുർഗതിയിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ലജ്ജിച്ചു തലതാഴ്ത്തണം എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇതൊരു നവഫാസിസത്തിന്റെ ഇന്ത്യൻ പതിപ്പ് എന്ന മട്ടിൽ തന്നെയാണ് നമ്മൾ അതിനെ കാണേണ്ടത്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളെ നമ്മൾ തള്ളിക്കളയുകയാണ് വേണ്ടത്. ബിൽക്കിസ് ബാനുവും കൗസർ ബാനുവും നമ്മളുടെ മുന്നിൽ ജീവിക്കുന്ന, അഥവാ നമ്മളുടെ മുന്നിലുള്ള രക്തസാക്ഷികളാണ്. ഒന്ന് ജീവിക്കുന്ന രക്തസാക്ഷി, മറ്റൊന്ന് മരിച്ചുപോയ രക്തസാക്ഷി. ആ ചരിത്രത്തെ നിങ്ങൾക്ക് എത്രമാത്രം വളച്ചൊടിച്ചാലും നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല. കുനാൽ ഖംറ എന്ന് പറയുന്ന ഒരു കൊമേഡിയന്റെ സ്റ്റാൻഡപ്പ് കോമഡി കണ്ടാൽ ഭയക്കുന്നവർ, പ്രതാപ് ഗഡി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന്റെ കവിത കണ്ടാൽ ഭയക്കുന്നവർ, എന്തിനേറെ എമ്പുരാൻ എന്ന സിനിമയുടെ സംവിധായകന്റെ ഭാര്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കണ്ടാൽ ഹാലിളകുന്നവർ, ഭയക്കുന്നവർ. ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം. പക്ഷെ എത്ര നിശബ്ദരാക്കിയാലും ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും, ഉത്തരം തന്നേ പറ്റൂ. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല, ഇത് നമ്മുടെ രാജ്യമാണ്, നമ്മുടെ.